ഗൈസ്, ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ്. സോ ഇത് ഞങ്ങൾ ടീച്ചർമാരൊക്കെ ആയിട്ട് എവിടെ പോകുകയെന്ന് വെച്ചാൽ പൂവാറ് പോവാണ്. കാരണം ഇതൊരു കുറേ മാസങ്ങൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. അതിന് ശേഷം കുറേ ഇതുണ്ട്, എന്നാലും ഞാനതെല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ എന്നാന്ന് വെച്ചാൽ ഇവിടെ സത്യം പറയും, തിരുവനന്തപുരത്ത് നടന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ദൈവമേ, കാരണം എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ കുടുംബത്തിൽ എല്ലാവരും പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇവിടെ വന്നിട്ടില്ല. ഇവരെയൊക്കെ കൂടെ വരുമ്പോൾ ഓരോരുത്തൊക്കെ പോകുന്നത് പോലും. അപ്പം ഗൈസ്, ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് പൂവാറ് ബോട്ടിങ്ങിന് പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇവരുടെ കൂടെ ഞാൻ പോവുക. പിന്നെ ഗൈസ്, കുറേ ടൈം നമ്മൾ ഈ ഒരു ബോട്ടിൽ സ്പെൻഡ് ചെയ്യുവാണ്. അതുമല്ല കുറേ റിസോർട്ട് കണ്ടു, പിന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേ പ്ലാന്റ്സും ബേർഡ്സും പിന്നെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ബോട്ട്സ് ഉണ്ടായിരുന്നു. അതേപോലെ എല്ലാവരും ഇതേപോലെ ഇവിടെയുള്ള നമ്മളെ കേരളത്തിലുള്ളവരല്ല, പുറത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കൊക്കുകൾ കണ്ടു. പിന്നെ കുറേ നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ ഓരോരോ മരങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ നടുക്കൂടെയാണ് ഈ ഒരു വെള്ളമൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങൾ അത്ര എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോയത്. പിന്നെ ഈ വോയിസ് ഓവർ കൊടുത്തേക്കുന്ന തന്നെ പിന്നെ ബോട്ടിൻ്റെ ഭയങ്കര ശബ്ദമാണ്. കാരണം ബോട്ട് ഭയങ്കര ശബ്ദമായതുകൊണ്ടാണ്. പിന്നെ അവിടെയുള്ള അപ്പൂപ്പൻ്റെ അടുത്ത് താറ്റ പറയാൻ വേണ്ടി അപ്പൂപ്പനും താറ്റ പറയാം. പിന്നെ ഇവിടെ മെയിനായിട്ട് കൊക്ക് അതല്ലാണ്ട് വേറെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ പോയപ്പോൾ കൊക്ക് ഇളക്കണം. ഇനിയും ഉണ്ട് കാര്യങ്ങളൊക്കെ, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. കുറേ കാര്യങ്ങളുണ്ട് കാണാനൊക്കെ. പിന്നെ കുറേ പ്ലാന്റ്, പിന്നെ റിസോർട്ട്, പിന്നെ കുറേ ബ്രിഡ്ജുകൾ കണ്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കര എൻജോയ്. പിന്നെ നമ്മൾ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എവിടെ പോകുന്നെങ്കിൽ നമ്മൾ 4 പേരായിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത്. അങ്ങനെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറേ അപ്പൂപ്പനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന റിസോർട്ട് ഇന്ന ആളുടേതാണ്, കാരണം ഭയങ്കര കോടീശ്വരന്മാരുടെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുവാണ്. ഇവിടെ നല്ലതാണ്, ഇവിടെ പാർക്കുണ്ട്, അങ്ങനെ കുറേ കാര്യം. ഞങ്ങൾ ഒരു ദിവസം ആലോചിച്ചു, ഒരു ദിവസം ഇതേപോലെ ഒരിടത്ത് പോവാം, റിസോർട്ടിൽ ഒരു രാവിലെ വന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പം പോവാമെന്നൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഇതുവരെ അത് നടന്നിട്ടില്ല. ഞാനും ഓക്കെ പറഞ്ഞില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഫാത്തിമ മിസ്സും ദീപ മിസ്സും എല്ലാവരും അഖില മിസ്സും കൂടെ എൻ്റെ കൊല്ലല്ലേ. അതൊക്കെ കഴിഞ്ഞ് കുറേ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഫ്രൂട്ട്സ്, അതുപോലെ ഫ്രൂട്ട്സ് മീൻസ് വേറെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു ഗൈസ്. പിന്നെ പോത്ത് കുട്ടീനെയൊക്കെ കണ്ടു, കുളിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഫുള്ളും ആളുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു. പിന്നെ ആയപ്പോൾ ഗൈസ് നമ്മൾ വന്ന് തമിഴ്നാട് കേരള ബോർഡർ എത്തി. അതാണ് ആ തമിഴ്നാട് കേരള ബോർഡർ. കണ്ടോ. അപ്പം അവിടെയാണ് നമ്മളെ ലക്ഷ്യം. അവിടെ ഒരു ഐലൻഡാണ് ഗൈസ്. കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലും, അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ എന്താണ് അവിടെ എന്നും പറഞ്ഞ് നമ്മൾ എക്സൈറ്റ്മെൻ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു പാറ കാണാൻ ആനയെ കണക്കിരിക്കണമെന്നാണ് ഐ തിങ്ക് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. സ്റ്റിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിക്കകത്ത് ഇങ്ങനെ യേശുവും പിന്നെ മാതാവും അങ്ങനെയാണ് ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാൻ വേറെ അവിടെയാണ് നമ്മൾ പോകാൻ വേണ്ടി നിന്നത്. നമ്മൾ അവിടെ കുറേ റിസോർട്ടും ഉണ്ട്, ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ ഫുള്ള് അരിച്ച് പറക്കും. കാരണം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ ബോട്ട് ശബ്ദം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കടലും കായലുമായിട്ട് കിടക്കുന്ന ആ ഒരു സ്പേസാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. കാരണം കടലും കായലും അതിങ്ങനെ ബിള് ഒരുമാതിരി തിളച്ച് കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിൻ്റെ പുറത്ത്. കാരണം ഇതിൻ്റെ പേരെന്താ, ക്യാമലിൻ്റെ പുറത്ത് ഒട്ടകം പുറത്ത് കയറുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ കയറി ഗൈസ്, ഒട്ടകത്തിൻ്റെ കൂടെ തന്നെ കയറി ഗൈസ്. അപ്പോൾ ഇവരൊക്കെ കയറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസൊക്കെ മിസ്സായെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതിൽ. അപ്പം ഞാൻ ഒട്ടകത്തിൻ്റെ പുറത്ത്, കാരണം അവരെല്ലാവരും ഭയങ്കര പേടിച്ചായിരുന്നു. ഞാൻ ഭയങ്കര കൂളായിട്ടൊക്കെ ഇരുന്നത്, പേടിയൊന്നും ഇല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവർ ഇച്ചിരി ചുറ്റിച്ചു. പിന്നെ ആയപ്പം എനിക്കാണെങ്കിൽ വെള്ളം കുടിക്കാനാണ് ഗൈസ് കയറിയപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസിന് 200 രൂപയെന്ന്. എൻ്റെ പൊന്നോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഷാപ്പിൽ പോയി. അവിടെ നല്ല ഫുഡായിരുന്നു. അഖില മിസ്സിൻ്റെ കടയിലൊക്കെ പോയിരുന്നു. അഖില മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിലൊക്കെ പോയിരുന്നു. പിന്നെ ഇപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങ് ഇറങ്ങി ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റായി പോയി, അതുകൊണ്ടാണ് എനിക്ക്. പിന്നെ ശരി, ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.